ബൈനോക്കുലർ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കപ്പല് നേരെ പോകുന്നതായി തോന്നുന്നത്. പരന്ന ഭൂമിക്കാർ ഈ വാദവുമായി വരുമ്പോൾ ഈ വീഡിയോ സമർത്ഥിക്കാറുണ്ട്. ഐൻസ്റ്റീൻ തിയറിയിൽ സ്പേസ് കർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് എൻ്റെ തിയറിയിൽ മാസിന് ചുറ്റും അറ്റ്മോറിപ്പൾഷൻ എനർജി കൂടുതലുള്ള ഘടകങ്ങൾ ഗോളാകൃതി പ്രാപിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അറ്റ്മോറിപ്പൾഷൻ എനർജി ഏറ്റവും കൂടുതലുള്ള ഘടകങ്ങൾ സ്പേസിലായിരിക്കും. ഹലോ, ഇന്ന് നമ്മൾ വെള്ളം നീരാവിയാകുമ്പോൾ വ്യാപ്തം കൂടുന്നു. അപ്പോൾ ആറ്റങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു കുപ്പി വെള്ളത്തിൽ നീരാവിയാക്കിയാൽ അത് 22.44 കുപ്പികളിലേക്കുള്ള നീരാവി ഉണ്ടാകും എന്നാണ് കണക്ക്. അതേപോലെ വെള്ളത്തെ വിഘടിപ്പിക്കുകയാണെങ്കിൽ 635 ലിറ്റർ ഓക്സിജനും അതിലേറെ ഹൈഡ്രജനും കിട്ടും. അതായത് 1857 ലിറ്റർ കൂടുതൽ വ്യാപ്തം ഹൈഡ്രജനും ഓക്സിജനും 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കിട്ടും എന്നാണ് നിലവിലെ കണക്ക്. ഹൈഡ്രജൻ പക്ഷേ സ്പേസിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വ്യാപ്തം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അത്രയും വ്യാപ്തത്തിലേക്ക് ഹൈഡ്രജൻ വീണ്ടും അകലം പാലിക്കും. ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള അകലം അത്രയ്ക്കും കൂടും എന്നാണ് കണക്ക്. അപ്പോൾ ഇതിൽ ഇലക്ട്രോണുകൾക്കും ന്യൂക്ലിയസുകൾക്കും അകലം കൂടി എന്നാണ് നിലവിലെ പഠനങ്ങൾ. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. എല്ലാവരും പറയുന്നത് മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കൂടും എന്നാണ്. മോളിക്യൂൾസിനുള്ളിലുള്ളത് ആറ്റങ്ങളാണ്. ആറ്റങ്ങളെ നമ്മൾ പരിഗണിക്കുമ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് പുറം ഭാഗത്താണ് ഇലക്ട്രോണുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയസുകൾക്ക് ഇടയിലാണ് ഇലക്ട്രോണുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ മോളിക്യൂൾസിനും പുറം ഭാഗത്താണ് ഇലക്ട്രോണുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് വൈദ്യുതിയുടെ ആനോടും കാതോടും കൊടുത്താൽ വെള്ളം വിഘടിക്കുന്നതായി ഓക്സിജനും ഹൈഡ്രജനുമായി മാറുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾക്കിടയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇലക്ട്രോണുകൾ. ഈ ഇലക്ട്രോണുകൾക്ക് ഒരേ ചാർജാണ്. അവ തമ്മിൽ വികർഷിക്കുന്നവയാണ്. മോളിക്യൂൾസിൽ ഉള്ള ആറ്റങ്ങളിലെ ന്യൂക്ലിയസുകൾക്കും ഒരേ ചാർജാണ്. അവയും ചാർജ് കൂടുമ്പോൾ ഒരേ ചാർജ് ആയതിനാൽ അവയും ഒരേ ചാർജുള്ളവ വികർഷിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ചാർജ് കൂടുമ്പോൾ, ഇവയുടെ ചലനശേഷി കൂടുമ്പോൾ തന്മാത്രകൾ അകന്നു നിൽക്കുന്നു. ഇനി ദ്രാവകാവസ്ഥയിൽ ഉള്ളവ വാതകാവസ്ഥയിലേക്ക് മാറുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വ്യാപ്തം കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണുകൾക്കുള്ള ചലനശേഷി, ആ എനർജിയെ നമ്മുടെ തിയറിയിൽ അറ്റ്മോറിപ്പൾഷൻ എനർജി എന്നാണ് പേരിടാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു പിക്ചർ ഇവിടെ ചേർക്കാം. ഈ ചിത്രത്തിൽ അറ്റ്മോറിപ്പൾഷൻ എനർജി കൂടുതലുള്ളവ ഏറ്റവും പുറംഭാഗത്തായും അറ്റ്മോറിപ്പൾഷൻ എനർജി കുറവുള്ളവ കേന്ദ്രഭാഗത്തായും വിന്യസിക്കപ്പെടുന്നു എന്നാണ് അറ്റ്മോറിപ്പൾഷൻ തിയറിയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഭൂമിക്ക് പുറത്ത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിനും പുറത്ത് സ്പേസിലായിരിക്കും പ്രോട്ടോണും ഇലക്ട്രോണുകളും ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അറ്റ്മോറിപ്പൾഷൻ എനർജി ഏറ്റവും കൂടുതലുള്ള ഘടകങ്ങൾ സ്പേസിലായിരിക്കും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുംതോറും അന്തരീക്ഷത്തിന്റെ ഏറ്റവും ബാഹ്യഭാഗത്തായിരിക്കും അറ്റ്മോറിപ്പൾഷൻ എനർജി കൂടുതലുള്ളവ. കേന്ദ്രത്തിലേക്ക് അടുക്കും തോറും അറ്റ്മോറിപ്പൾഷൻ എനർജി കുറഞ്ഞവയുമായിരിക്കും. അറ്റ്മോറിപ്പൾഷൻ എനർജി കുറയും തോറും ഘടകങ്ങൾ അടുത്തു വരികയും സാന്ദ്രത കൂടുകയും ചെയ്യുന്നു എന്നാണ് അറ്റ്മോറിപ്പൾഷൻ തിയറിയിൽ പറയാനുള്ളത്. ഭൂമിയിൽ ഗോളാവസ്ഥയിൽ രൂപപ്പെട്ട വാതക ഘടകങ്ങൾക്ക് കേന്ദ്രഭാഗത്താണ് സാന്ദ്രത കൂടുതലുള്ളവ സ്ഥിതി ചെയ്യുന്നത്. കല്ലും മണ്ണും വെള്ളവും അടക്കം ഏറ്റവും സാന്ദ്രത കൂടിയത് ഭൂമിയുടെ ചുറ്റും ഗോളാകൃതിയിൽ രൂപപ്പെട്ട വാതകങ്ങൾക്ക് നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ബാഹ്യഭാഗത്തുള്ള
കൂടുതൽ അറ്റ്മോ റിപ്പൾഷൻ എനർജി ഉള്ളവയുടെ റിപ്പൾഷൻ ഫോഴ്സാണ് വസ്തുക്കളെ കേന്ദ്രത്തിലേക്ക് തള്ളിവിടുന്നത്. ഒരു വസ്തു ചലിക്കണമെങ്കിൽ ഒരു ഫോഴ്സ് നിർബന്ധമാണ്. ഫോഴ്സിൻ്റെ നിർവചനത്തിൽ പറയുന്നത് തന്നെ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റിൽ നിന്നുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനുള്ള ബലം എന്നാണ്. അങ്ങനെ വസ്തു ഭൂമിയിലേക്ക് വീഴുമ്പോൾ ബാഹ്യഭാഗമായ വായുവിലെ അന്തരീക്ഷത്തിലെ കൂടുതൽ അറ്റ്മോ റിപ്പൾഷൻ എനർജിയുള്ള ഘടകങ്ങൾ അഥവാ ഇലക്ട്രോണുകൾ ഈ വസ്തുവിലെ ഇലക്ട്രോണുകളുമായി റിപ്പൾസ് ചെയ്യുന്നത് കാരണം കേന്ദ്രത്തിലേക്ക് ചലിക്കുന്നു. അഥവാ ഗോളാകൃതിയുടെ കേന്ദ്രഭാഗത്തേക്ക് വസ്തു ചലിക്കുന്നു എന്നാണ് അറ്റ്മോ റിപ്പൾഷൻ തിയറിയുടെ ഗ്രാവിറ്റി നിർവചിക്കപ്പെടുന്നത്. സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ചന്ദ്രനിൽ എന്തുകൊണ്ട് ഗ്രാവിറ്റി സംഭവിക്കുന്നു? സ്പേസിലാണ് ഏറ്റവും കൂടുതൽ അറ്റ്മോ റിപ്പൾഷൻ എനർജിയുള്ള ഘടകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഐൻസ്റ്റീൻ തിയറിയിൽ സ്പേസ് കർവ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് എൻ്റെ തിയറിയിൽ മാസിന് ചുറ്റും അറ്റ്മോ റിപ്പൾഷൻ എനർജി കൂടുതലുള്ള ഘടകങ്ങൾ ഗോളാകൃതി പ്രാപിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഈ ഗോളാകൃതി ആറ്റങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ കൊണ്ട് ഗോളാകൃതി രൂപപ്പെട്ട വലിയൊരു ഗോളത്തിൽ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷൻ ലെൻസിങ് എങ്ങനെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഗ്രാവിറ്റേഷൻ ലെൻസിങ് പോലെ ഈ ഗോളത്തിൻ്റെ ഉൾഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അകത്തോട്ട് കർവായും പ്രകാശം സഞ്ചരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ബൈനോക്കുലർ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ കപ്പൽ നേരെ പോകുന്നതായി തോന്നുന്നത്. പരന്ന ഭൂമിക്കാർ ഈ വാദവുമായി വരുമ്പോൾ ഈ വീഡിയോ സമർത്ഥിക്കാറുണ്ട്. അതിന് കാരണം യഥാർത്ഥത്തിൽ നമ്മൾ നേരെയാണ് പ്രകാശം സഞ്ചരിക്കുന്നതായിട്ട് കാണുക. പക്ഷേ ഇവിടെ ഒരു കോൺകേവ് ലെൻസ് പോലെ നമ്മൾ കോൺവെക്സ് ലെൻസ് പോലെയും കോൺകേവ് ലെൻസ് പോലെയും ഇതിനെ മനസ്സിലാക്കിയാൽ മതി. പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുമ്പോൾ അത് ഗോളാകൃതിയിൽ ക്രമീകരിക്കപ്പെട്ട ഇലക്ട്രോണുകളുടെ കമ്പനങ്ങൾ ഏതെല്ലാം രീതിയിൽ ചലിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഗോളത്തിന്റെ പുറംഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഗോളത്തിന്റെ അപ്പുറത്തുള്ളൊരു വസ്തുവിനെ കാണാൻ നമ്മൾ ഗ്രാവിറ്റേഷൻ ലെൻസിങ് പറഞ്ഞതുപോലെ ഈ ഗോളാവസ്ഥയുടെ ഉള്ളിൽ നിന്ന് ഒരു വശത്തേക്ക് നോക്കുമ്പോൾ നേർരേഖയിൽ നോക്കുമ്പോൾ അത് പ്രകാശം വളഞ്ഞും സഞ്ചരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വളഞ്ഞു പോകുന്ന കപ്പലിനെ നമ്മൾ നേരെയായി കാണുന്നു ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ. ഇതിന് പ്രകാശം ഗോളത്തിനുള്ളിൽ ഈ രീതിയിൽ കർവായിട്ടും വളഞ്ഞു സഞ്ചരിക്കും എന്ന് കൂടെ മനസ്സിലാക്കണം. അതേസമയം ഗോളത്തിന്റെ പുറംഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഈ രീതിയിലും വളഞ്ഞു സഞ്ചരിക്കും എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെ ഓരോ പ്രതിഭാസങ്ങളെയും വിലയിരുത്താൻ അറ്റ്മോ റിപ്പൾഷൻ തിയറിക്ക് കഴിയും എന്നുള്ളത് ഈ തിയറിയുടെ മാത്രം പ്രത്യേകതയാണ്. താങ്ക് യു വെരി മച്ച്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.